ഇന്ന് ഞങ്ങളെ ചുട്ടപ്പൻ്റെ മൂന്നാമത്തെ പിറന്നാളാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എക്സാമിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ രാത്രിയാണ് കേട്ടോ തൃശ്ശൂരിനെ വീട്ടിലേക്ക് കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ടോട്ടി എത്തിയപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിൽ ഒരു കേക്ക് സ്റ്റുഡിയോൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് ഞങ്ങൾ അടിപൊളി കേക്കും പർച്ചേസ് ചെയ്ത് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മുകളിൽ കഫേയിലുണ്ടായിരുന്ന മാനേജർ ഇറങ്ങി വന്നിട്ട് നമുക്ക് അടിപൊളി കേക്കൊക്കെ സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെ അത് പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി കസ്റ്റമർ സർവീസ് ആട്ടോ. എനിക്ക് നല്ല എവിടെ ചെന്നാലും ഇത്രയും കസ്റ്റമർ സർവീസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ തന്നു. ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുള്ളത്, 1/2 kg ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമതേ ജലദോഷം ഉള്ളത് കാരണം തണുത്തത് അധികം കഴിക്കാനും പറ്റാത്തത് കാരണമാണ് കേട്ടോ അത്ര ചെറുതാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല കേസ്. അങ്ങനെ ദേ ചുട്ടപ്പനെ കൊതിപ്പിച്ച് ലാസ്റ്റ് വീട് വരെ എത്തിച്ചെങ്കിലും പക്ഷേ പകുതിക്ക് വെച്ച് വന്ന് കിടന്നുറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ കേക്കൊക്കെ നല്ല വൃത്തിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഉറങ്ങുന്ന ചുട്ടു ബേബിനെ എണീപ്പിച്ച് ഞങ്ങൾ കേക്ക് മുറിച്ചടങ്ങ് അങ്ങ് തുടങ്ങി കേട്ടോ. പിന്നെ മെഴുകുതിരി ഊതി കെടുത്തി കേക്കൊക്കെ മുറിച്ചു. അത് അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഓൻ്റെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.